ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്കോട്ട്ലാൻഡിൽ പോവാണ് ഫെറിയിൽ. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന വണ്ടി അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ കാറ് പാർക്ക് ചെയ്യാൻ വന്നതാണ്. ഈ റെഡ് കാറിൻ്റെ മുന്നിലുള്ള വൈറ്റ് കാർ അതെൻ്റെ കസിൻസാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്ത് മുകളിലത്തെ നിലയിൽ കയറിയിട്ടുണ്ട്. ചേട്ടന്മാരൊക്കെ മുന്നിലാണ് നടക്കുന്നത്. എൻ്റെ അങ്കിളും ചേട്ടനുമാണ്. കാണുമ്പോഴുള്ളത് നല്ല രസമുണ്ട് കാണാൻ, വലുതാണ്. നമ്മളങ്ങനെ ഉള്ളിൽ കയറിയുണ്ട്. ഇത് സീറ്റിങ് മുകളിലത്തെ ഡെക്കിലായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ മുകളിലേറി. അപ്പോൾ ആൻറ്റിമാരൊക്കെ എവിടെ ഇരിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് നെയ്ത്തൻ. അപ്പോൾ ഗായ്സ്, ഇവിടെ വലിയവർക്ക് പറ്റിയ ഗെയിംസ് ഉണ്ട്. PS4 ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും ഇവിടെ. ഇത് സിനിമ കാണാൻ പറ്റും നമുക്ക് ഇവിടെ സിനിമ കാണാൻ പറ്റും. ഫെറി എടുക്കുമ്പോൾ ഇവിടെ സിനിമ വെക്കും. ഇപ്പോൾ ഇവിടെ ആൾക്കാരില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ PS4 കളിക്കുന്നുണ്ട്. തുടങ്ങിയില്ല, ഫെറി എടുക്കുമ്പോഴേ തുടങ്ങും. സിനിമ സെറ്റപ്പ് വീണ്ടും വീണ്ടും വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തിനാന്ന് അറിയുമ്പോൾ ഒരു മനസ്സിലായി. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ചുമ്മാ നടന്നപ്പോൾ ഇത് റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ നോക്കി നടന്നു. ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു. അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ടുപേര് FC23 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കളിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു പ്ലേ സ്റ്റേഷനിൽ ഒരു ഗെയിമേ കളിക്കുള്ളൂ. ഇവിടെ നെറ്റും വലിയ കളിയായിരുന്നു. പക്ഷെ അവൻ എന്താ ചെയ്യേണ്ടത് ശരിക്കും അറിഞ്ഞൂടാ. പക്ഷെ ഒരു ഗെയിം ജയിക്കുമ്പോൾ അവൻ്റെ സന്തോഷം കാണും. എനിക്ക് FC കളിക്കണം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പക്ഷെ അവർ മാറിയാലേ കളിക്കാൻ പറ്റില്ല. ഒരു ഗെയിമിൽ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ്. എനിക്കെങ്ങനെ അറിയാനാണ്. എന്നിട്ട് ഞങ്ങൾ 2 പേർക്ക് കളിക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ 2 പേർക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കയറാൻ നോക്കി. അപ്പോൾ അവൻ എന്നെ ഹെൽപ്പ് ചെയ്തു കയറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അടുത്ത ഗെയിം ഞാനും അവനും കൂടെ കളിക്കാൻ പോവാ. അവരങ്ങനെ FC24 കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവനും കൂടെ കളിക്കണം എന്നൊരാഗ്രഹം. പക്ഷെ പറ്റിയില്ല. അവരവൻ സിനിമ തുടങ്ങി വോങ്ക. അപ്പോൾ സിനിമ തുടങ്ങി നമുക്ക് വോങ്ക. അപ്പോൾ ആകെ ബാക്കി 3 പേരാണ്. ബാക്കി എല്ലാ സീറ്റും ഫ്രീ ആണ്. നമ്മൾ കാണിക്കാൻ പോണില്ല ഗൈസ്. അപ്പം ഛർദ്ദിക്കാൻ തോന്നിയിട്ട് ഞാൻ പുറത്തിറങ്ങിയതാണ്. ഉള്ളിൽ നല്ല കുലുക്കം. എല്ലാവർക്കും ഛർദ്ദിക്കാൻ തോന്നി. ചിലവരൊക്കെ പുറത്തിറങ്ങി നിന്നു. അപ്പോൾ ഞാനും പുറത്തിറങ്ങി നിന്നു. നല്ല രസമാണ് പുറത്ത് കാണാൻ. എൻ്റെ അനിയന് സ്ക്രീൻ വീണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടിനോട് വന്ന് പള്ളി ചെയ്തോളാൻ പറഞ്ഞിട്ട് അവന് നാണെന്ന് എടാ നോക്ക് ഗൈസ്. ഞങ്ങൾ അങ്ങനെ മുകളിലത്തെ ഡെക്കിൽ കയറി. അപ്പോൾ ഫുഡ് അപ്പോൾ ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ ഇറങ്ങി. ഇനി ബസ് അടിച്ചിട്ട് 2 മണിക്കൂറാണ് ഞങ്ങൾ പോകാൻ സ്ഥലത്തേക്കുള്ള യാത്ര. ഫെറിനെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾ ബസ്സിൽ തിരക്കാണ് ഈ കാണുന്നത്. അമ്മ
English or Spanish? Just want to know. Oh, Messi fan. Thank you. പോണം ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ഇതോടെ എന്താ ചേട്ടൻ ഇത് ബ്രാൻഡ് ചേട്ടൻ എഡ്വിൻ ചേട്ടൻ അത് ആൽവിൻ ചേട്ടൻ നടുവിൽ നെവിൻ ചേട്ടൻ സൈഡിൽ എല്ലാം ശരിയാവും LDF വരും എല്ലാം ശരിയാവും തേങ്ങാക്കുല അങ്ങനെ നമ്മൾ തേങ്ങാക്കുലയും കണ്ട് നടക്കുകയാണ് സ്കോട്ട്ലൻഡ് ക്യാമറ ബാഗും പിടിച്ചോണ്ട് ക്യാമറമാൻ പുറകെ എനിക്ക് തോന്നുന്നില്ല ചേട്ടാ ആവേശം വീഡിയോ എൻ്റെ അനിയൻ എവിടെ തിരുടി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വേറെ എവിടെ നല്ലൊരു സ്ഥലത്ത് പോകാൻ റംഗബായി ഇവിടെ എവിടെ ഉണ്ട് അപ്പൊ പിന്നെ വിശക്കാണെങ്കിൽ ഞങ്ങൾ മേടിച്ചു തരും ഉറപ്പാണ് പക്ഷെ എൻ്റെ അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ കയറി വന്നിരിക്കുന്നു എന്റെ ഫേസ് എപ്പോഴാണ് ചിക്കൻ ഷെയർ ബോക്സ് ഒക്കെ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഇവിടെ ഒരു സൈഡിലാണ് ഞാൻ എന്നെ അധികം കാണാൻ ചാൻസ് ഇല്ല ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി അപ്പോൾ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ വന്നാണ് ഇവിടെ നല്ല ഞങ്ങളെല്ലാവരും അതിൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു പാർക്കിൽ കയറി ചേട്ടന്മാരും അല്ല ഞങ്ങളപ്പോൾ തിരിച്ച് ബസ്സിൽ കയറി ഇനിയും സ്റ്റേല ലൈൻ്റെ അവിടെ പോയിട്ട് സ്റ്റേനിൽ കയറിയിട്ട് വേണം പോവാൻ ഇനി ഉറങ്ങിയാ താഴത്തേക്ക് പോകുള്ളൂ ഒരാളെ ഇന്നത്തെ തന്നെ ഇതൊക്കെ പറ്റില്ല ഭയങ്കര പ്രശ്നമാണ് അതായത് ഒരു തല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് പോകാൻ പറ്റില്ല
MCP network. During the crossing, your mobile signal will weaken significantly. കയറിയപ്പോൾ സ്കോട്ട്ലാൻഡിൽ നിന്ന് എടുത്തു. അപ്പം ഞാനൊന്ന് ബാത്റൂമിൽ പോയപ്പോൾ അവിടെയും സ്ക്രീന്. അപ്പോൾ സ്റ്റെനലൈൻ എങ്ങനെ ബെൽഫാസ്റ്റിലെത്തി. ഞങ്ങളിപ്പോൾ ഇറങ്ങും. ഞങ്ങൾ ലൈനായിട്ട് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുന്ദരനാണ് ഞാൻ. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴാണ് അറിയുന്നത് സ്റ്റെനലൈൻ ഡിലേ ആയതുകൊണ്ട് വരാൻ വേണ്ടി ഡിലേ ആയപ്പോഴത്തേക്കും ഇവർ ഫ്രീ ആയിട്ടാക്കി പാർക്കിംഗ് ഒക്കെ. കാശ് കൊടുക്കണ്ട, പാർക്കിങ്ങിന് നേരത്തെ കൊടുക്കണമായിരുന്നു, ഷിപ്പ് കൊടുക്കണ്ട ഇന്നത്തേക്ക്. അപ്പോൾ ഇതാ ട്രക്ക് എല്ലാം കൂടെ ഇറങ്ങുകയാണ്, ഫെറിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഈ ട്രക്കൊക്കെ. അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.